അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുടെ മറ്റൊരു വീഡിയോയിലേക്ക്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ഈ ഒരു ലോകത്തുള്ള നമ്മുടെ ലൈഫ്, ഈ ഒരു ജീവിതം, ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്നത്, അതായത് ഈ ഒരു ലൈഫിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഈ ഒരു രാജപാതയിൽ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ പ്രചോദനം, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു പ്രചോദനം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതിയും അതുവഴി പരലോകത്ത് ലഭിക്കുന്ന സ്വർഗീയമായ ശാശ്വത സൗഭാഗ്യങ്ങളുമാണ്. എന്നാൽ ഈ ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മനുഷ്യന് ഇഹലോകത്ത് തന്നെ നൽകുന്ന നിരവധി സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഇസ്ലാമിൻ്റെ ഒരു പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് അവൻ്റേതായ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇസ്ലാം നൽകുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്നത് എന്താണ്? മറ്റ് ആശയങ്ങൾ. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്തൊരാശയമാണോ ഇന്ന് ലോകത്ത് ഡൊമിനൻ്റായിട്ട് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ ഇവിടെ താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം മൂല്യം കൽപ്പിക്കപ്പെടുന്ന ഒരു സംഗതി വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീ ആരാ ചോദിക്കാൻ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും അധികം നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ഒരു സംഗതി. ഇതിനെ ഒരു ആശയം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ലിബറലിസം എന്നുള്ളൊരു ആശയം എന്നുള്ള നിലക്ക് അതിനെ വിളിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം ഒരു പരിധി വരെ അതിനൊരു വില കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ മൂല്യവത്തായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ലോകത്തുള്ള ഏതൊരു ആശയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഏതൊരു മതപരമായിട്ടോ അല്ലെങ്കിൽ അല്ലാത്തയോ ഏത് ആശയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ പറയുന്ന ലിബറലിസത്തിന് കീഴടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും നമ്മൾ ഇസ്ലാമിനെ പൊതുവാക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും കുറിച്ച് ഒരു കമ്പാരിസൺ എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു അർത്ഥത്തിലുള്ള ഈ പുരോഗമനവാദികൾ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് ഈ ഒരു തുല്യത, വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രണ്ട് മൂല്യങ്ങളെ അതിനെ പരമപ്രാധാന്യമായിട്ട് അവതരിപ്പിക്കുകയും അതോടൊപ്പം മറ്റ് മൂല്യങ്ങൾ, മനുഷ്യനാവശ്യമുള്ള മറ്റ് മൂല്യങ്ങളെ പലതിനെയും ഇതിൻ്റെ പേരിൽ ബലി കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യങ്ങൾ പ്രധാനമല്ല, അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ പാടെ അവഗണിക്കേണ്ടതാണ് എന്നുള്ള വാദം ഇസ്ലാമിനില്ല. ഇതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ ഇത് മാത്രമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഇത് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. ഈ തുല്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ചില അവസരങ്ങൾ അത് നീതിക്ക് വിഘാതമായിരിക്കും. അതായത് തുല്യമായിട്ട് വിധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അത് നീതിയാവില്ല, അത് അനീതിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തുല്യതക്കാൾ നമ്മൾ നീതിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട അവസരങ്ങൾ വന്നേക്കാം. അപ്പം ഈ ഒരു അർത്ഥത്തിൽ ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് പറഞ്ഞതാണ് ഈ രണ്ട് മൂല്യങ്ങൾ മാത്രമല്ല പ്രധാനം എന്ന് പറയാൻ. അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ നമ്മൾ 10-25 വർഷം അല്ലെങ്കിൽ 10-20 വർഷം ഒരു വ്യക്തിയെ കെയർ ചെയ്ത് അവന് ജന്മം നൽകി, അവന് ജീവൻ നൽകി, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ഓരോ കോശത്തിനും ആവശ്യമായിട്ടുള്ള അതിനുള്ള പോഷകങ്ങൾ കണ്ടെത്തി നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവരോട് സാമ്പത്തികമായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഒരു വ്യക്തിയാക്കി മാറ്റിയ മാതാപിതാക്കളെ തള്ളിപ്പറയുന്നതിനെ, പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തള്ളിപ്പറയുന്നതിനെ, അവരെ അവഗണിക്കുന്നതിനെ ഈ രീതിയിലുള്ള ഭൗതികവാദികൾ പലപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും. സ്വാതന്ത്ര്യം എന്നുള്ള മൂല്യത്തിന് വേണ്ടി നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള മൂല്യം, അതേപോലെ കുടുംബബന്ധം എന്ന് പറയുന്ന ഒരു മൂല്യം, അതിനെയൊക്കെ അവിടെ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പം ഉണ്ട ചോറിനുള്ള നന്ദിയാണോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യമാണോ വലുത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യകുലത്തെ അതിനെ അതിജീവിക്കാൻ സഹായിച്ച, ഇന്നും മനുഷ്യകുലത്തെ നിലനിർത്തുന്ന, മനുഷ്യകുലത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന അതിബൃഹത്തായ തുല്യതയില്ലാത്ത ഒരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം, സാമൂഹിക സുരക്ഷാ സംവിധാനമാണ് കുടുംബം എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു കുടുംബ വ്യവസ്ഥയുടെ നിലനിൽപ്പാണോ വ്യക്തി സ്വാതന്ത്ര്യമാണോ വലുത് എന്നുള്ളത് അവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് എന്താണ് ആവശ്യം, മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ
ഒരു പാരത്രികമായ ആ ഒരു ആംഗിളിൽ നിന്നുള്ള ചോദ്യമല്ല, ഈ ജീവിതത്തിൽ തന്നെ മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചോദ്യം. അപ്പോൾ അധികാരവും സമ്പത്തും അതേപോലെ ലൈംഗിക അവസരങ്ങളും ഒക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇതിലൂടെ എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? പല വിധത്തിലുള്ള മനുഷ്യനിർമ്മിത ആശയങ്ങൾ മനുഷ്യനെ എന്ത് പറഞ്ഞാണ് പ്രലോഭിപ്പിക്കുന്നത് എന്നുള്ളതാണ്. തുല്യതയും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ പ്രസംഗിക്കുമ്പോഴും ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നാണോ ഇവർ മനുഷ്യനെ, ഈ ഓരോ ആശയക്കാരും അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണോ? അല്ലെങ്കിൽ മറ്റെന്തിനോ ഉള്ള വഴിയായിട്ട് ഇത് ഒരു മീൻസ് ആയിട്ട്, അതായത് ഒരു എൻഡായിട്ടല്ല, ഒരു ഫൈനൽ ഗോളായിട്ടല്ല, മറ്റെന്തിനോ ഉള്ള ഒരു വഴിയായിട്ടാണോ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മനുഷ്യനത് മനസ്സിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, മനുഷ്യൻ പലതും നേടാൻ ശ്രമിക്കുമ്പോഴും മനുഷ്യൻ സ്വയം നിർമ്മിതമായിട്ടുള്ള പല ആശയങ്ങൾ മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഒരു വഴിയാണ്. മനുഷ്യൻ അതിലൂടെ, ഈ വഴിയിലൂടെ പോയാൽ മറ്റെന്തോ നേടും എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്, ഒരു വിശ്വാസത്തിലാണ് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് അവൻ നേടുന്ന ആ ഒരു ലക്ഷ്യം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ തേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ വഴിയെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മാനസികമായി, നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിലും ഒരു സംതൃപ്തി, ഒരു ലോങ് ടേം ഹാപ്പിനെസ്സും ഒക്കെ കിട്ടും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പലപ്പോഴും ഇത് കൺവിൻസ് ചെയ്യപ്പെടാൻ ശ്രമിക്കാറുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മനുഷ്യൻ പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ തേടുന്നത് സന്തോഷം എന്നുള്ള സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ലിബറലിസത്തെ വെച്ച് മുൻനിർത്തി ചിന്തിക്കുകയാണെങ്കിൽ, തുല്യത സ്വാതന്ത്ര്യം ആണോ മനുഷ്യൻ്റെ വലുത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സംതൃപ്തിയാണോ വലുത് എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ ലോങ് ടേം ആയ സന്തോഷം ഒരുപക്ഷെ ഇതിനേക്കാൾ മൂല്യം കൽപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2 വീടുണ്ട്, അതിൽ ഒരാൾക്ക് നല്ല സൗകര്യങ്ങളുള്ളൊരു വീടുണ്ട്, അപ്പുറത്തുള്ള ആൾക്ക് അതിനേക്കാൾ സൗകര്യങ്ങളുള്ള വീടുണ്ട്. അപ്പോൾ എന്നാൽ ഈ ചെറിയ സൗകര്യങ്ങൾ താരതമ്യേന കുറഞ്ഞ എന്നാൽ അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് അതിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും. അതേസമയം അയാൾക്ക് അപ്പുറത്തുള്ള ആളെ നോക്കിയിട്ട് അയാളുടെ അത്ര എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കും അതേപോലെ കിട്ടണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്നത് തുല്യതക്കാണ്, പക്ഷേ അയാൾക്ക് സന്തോഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഏതാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു സന്തോഷം, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ വാദിച്ചേക്കാം തുല്യത ഈ പറഞ്ഞ സന്തോഷത്തിലേക്ക് വഴി നടത്തും എന്ന് വാദിച്ചേക്കാം. പക്ഷെ അത് അവർക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല. അവർ അങ്ങനെ വാദിക്കുമ്പോൾ പോലും എന്താണ് അവരുദ്ദേശിക്കുന്നത്, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ഒരു സന്തോഷമായിരിക്കണം എന്ന് തന്നെയാണല്ലോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചെറിയൊരു ഉദാഹരണം പരിശോധിച്ച് നോക്കാം. തുല്യത തന്നെ ഈ ഒരു ലിബറൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള സ്ത്രീ പുരുഷ തുല്യത സ്ത്രീകളുടെ സന്തോഷം കൂട്ടും എന്നാവും ഒരുപക്ഷെ അവർ വാദിക്കാൻ സാധ്യത ഉള്ളത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രൂപത്തിൽ പറയാം കേട്ടോ. ഒരു ക്ലെയിം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വാദിച്ചേക്കാവുന്ന ആളുകൾക്ക് കൗണ്ടർ എവിഡൻസ് എന്നുള്ള രീതിയിൽ പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പുരുഷ തുല്യത ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ സന്തോഷം സ്വാഭാവികമായും കൂടും എന്നായിരിക്കും അവർ വാദിക്കാൻ സാധ്യതയുള്ളത്, അല്ലേ? സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യത്തിലാണെങ്കിൽ തുല്യത വന്നു കഴിഞ്ഞാൽ സന്തോഷം കൂടും, സ്ത്രീകൾ സന്തോഷം കൂടും, അങ്ങനെയാണല്ലോ സാധാരണ അതിൽ പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ അടുത്ത് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ അവരുടെ മാനസികമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നടന്നു. അപ്പോൾ ഈ അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് മാനസിക രോഗം കൂടുതലായി കാണപ്പെടുന്നത് അതായത് ആ ഒരു ഗ്യാപ്പ് അത് കൂടുന്നത് സ്ത്രീ പുരുഷ തുല്യത കൂടുതലായിട്ടുള്ള രാജ്യങ്ങളിലാണ് ഈ ഗ്യാപ്പ് കൂടുതലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, സ്ത്രീ പുരുഷ തുല്യത കൂടുന്നതിനനുസരിച്ച് പെൺകുട്ടികൾക്കിടയിലുള്ള ആ ഒരു മാനസിക പ്രശ്നങ്ങൾ അത് അവർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറയണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും അത് കൂടുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികൾക്കിടയിൽ. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു വാദത്തിനുള്ള നേരെ എതിരായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, തുല്യത കൂടി എന്നുള്ളത് കൊണ്ട് നെസസറിലി അത് സന്തോഷം കൂട്ടിക്കൊള്ളണമെന്നില്ല. ഈവൻ ആ ഒരു തുല്യതയിൽ ആ ഒരു അർത്ഥത്തിൽ കുറവ് എന്ന് നമ്മൾ നമ്മുടെ ഒരു ലിബറൽ ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ തുല്യത കിട്ടാത്ത ആ ഒരു വിഭാഗത്തിന് പോലും ആ തുല്യത വന്നു കഴിഞ്ഞാൽ സന്തോഷം കൂടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
അനിവാര്യമായിട്ടും അങ്ങനെ തന്നെ വന്നോളണം എന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പോയിന്റിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ ലക്ഷ്യം എങ്ങനെ, അതൊരു ലോങ് ടേം ഹാപ്പിനെസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുക, നമുക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഈ വിഷയത്തിൽ നമ്മളെ സഹായിക്കാനുണ്ട്. തീർച്ചയായിട്ടും പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നിരുന്നാലും നിലവിലുള്ള പല പഠനങ്ങളും ഈ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും നമുക്ക് നൽകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന് മനഃശാസ്ത്ര പഠനങ്ങൾ നമുക്ക് നൽകുന്ന ഉത്തരം പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ്. ഇതിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നവരുണ്ടാവും. ഇത് വൺ ഓഫ് ദ കാറ്റഗറൈസേഷനാണ്. അപ്പോൾ അവിടെ അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്ന ഒരു ഘടകം മനുഷ്യന് ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ, അതായത് റിലേഷൻഷിപ്പുകളാണ്, കുടുംബത്തിലും സമൂഹത്തിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യന് ലോങ് ടേം ഹാപ്പിനെസ് നൽകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്നുള്ളതാണ്. അത് ഡിപ്രഷനെ തടയുകയും മനുഷ്യന് ലോങ് ടേം ആയിട്ടുള്ള ഹാപ്പിനെസ് നൽകുകയും മനുഷ്യന് സംതൃപ്തി നൽകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന് അതിൽ തന്നെ വരുന്ന ഒരു സംഗതിയാണ് ഫാമിലി റിലേഷൻ, അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി, നല്ലൊരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഫാമിലി എന്നുള്ളതും ഈ പറഞ്ഞ അർത്ഥത്തിൽ മനുഷ്യൻ്റെ ലോങ് ടേം ഹാപ്പിനെസ്സിനും സംതൃപ്തിക്കും പ്രധാനപ്പെട്ട, അതേപോലെ ഡിപ്രഷൻ തടയുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു റിലേഷൻഷിപ്സ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ലക്ഷ്യബോധവും ജീവിതത്തിന് ഒരു അർത്ഥവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഡിപ്രഷൻ തടയുന്നതിലുള്ള, അതേപോലെ ലോങ് ടേം ഹാപ്പിനെസ് നൽകുന്നതിലുള്ള, അതുപോലെ മനുഷ്യന് ഒരു സംതൃപ്തി നൽകുന്നതിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഗവേഷണ പഠനങ്ങൾ പറയുന്നത് മീനിങ് ഉണ്ടാവുക, ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടാവുക, ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു ഘടകം. മൂന്നാമതായിട്ടുള്ള ഒരു ഘടകം നല്ല ആരോഗ്യമാണ്. സ്വാഭാവികമായിട്ടും ഉള്ള നല്ല ആരോഗ്യം, അതേപോലെ മൈൻഡ്ഫുൾനെസ് എന്നിവ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഘടകം. നാലാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃതജ്ഞതയും ശുഭപ്രതീക്ഷയും നിറഞ്ഞ ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം. അതായത് ഈ ലോങ് ടേം ഹാപ്പിനെസ്സും സംതൃപ്തിയും മനുഷ്യനെ ആർജിച്ചെടുക്കാൻ മനുഷ്യനാവശ്യമായിട്ടുള്ള 4 ഘടകങ്ങൾ, 4 സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. തീർച്ചയായിട്ടും ഇത് പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഈ 4 ഘടകം മാത്രമാണ് എന്നുള്ളതല്ല നമ്മുടെ വാദം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഇതാണ് എന്നുള്ളതാണ് നമുക്ക് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഘടകവും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ ഘടകം നിങ്ങൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഘടകം അച്ചീവ് ചെയ്യാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ലോകവീക്ഷണം ഏതായിരിക്കും എന്നുള്ളതാണ്. അത് റിലീജിയസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതികവാദവും പുരോഗമനവാദവും ലിബറലിസവും ഒക്കെ ആയിരിക്കുമോ നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും നേടാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മുടെ പോയിൻ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിനോളം സാമൂഹിക ബന്ധങ്ങൾ ശക്തമാക്കുന്ന മറ്റൊരു ആശയവും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥ പറയുന്ന ഭൗതിക ആശയങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു സോഷ്യൽ കൊഹഷൻ, സാമൂഹികമായ ഒരു ഏകീകരണം സൃഷ്ടിക്കാൻ കഴിയുമോ? കാരണം ഇത് രണ്ടും നേരെ തിരിച്ചുള്ള സംഗതികളാണ്, നേരെ വിരുദ്ധ ദിശയിൽ നീങ്ങുന്ന സംഗതികളാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളതിനെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അത് പരമാവധിയാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഐക്യവും കൊഹിഷനും കുറയുകയാണ് ചെയ്യുക. കാരണം അവിടെ സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടൽ അതിനുള്ള സാധ്യത വളരെയധികം കുറയുകയും ഓരോ വ്യക്തിയും അവൻ ഇച്ഛിക്കുന്ന രീതിയിൽ, അവന് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ കുടുംബ ബന്ധത്തിലൊക്കെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് പോകാം, ഇട്ടേച്ച് പോകാം എന്നുള്ള കാഴ്ചപ്പാടിലുള്ള ആ ഒരു ലിവിങ് ടുഗദറൊക്കെ പറയുന്ന പുരോഗമനമായിട്ടുള്ള ബന്ധങ്ങൾ, പുരോഗമനപരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബന്ധങ്ങൾ, അതാണോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുടുംബ സംവിധാനമാണോ
ഏതായിരിക്കും കൂടുതൽ ഈ അർത്ഥത്തിലുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പുറത്ത് അവിടെ ഒരു 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 കരാറില്ല അല്ലേ, അവർ തമ്മിലൊരു കരാറില്ല. ഞാൻ എന്നും നിൻ്റെ കൂടെ നിന്നുകൊള്ളാം, പരമാവധി നിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചു കൊള്ളാം എന്ന് പറയുന്നൊരു കരാർ അവിടെ നിലവിലില്ല. അവർ എപ്പോഴോ ഒന്ന് കൂടി വന്നു, നാളെ എണീച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരു കരാർ അവിടെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ കരാറിനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വിവാഹം എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കരാറില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് പോകാം എന്ന് പറയുന്ന, ഡേറ്റിങ്ങും ബ്രേക്കപ്പും ദിവസേന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുമോ? അതോ ഏത് നേരവും മനുഷ്യനൊരു ആദിയല്ലേ അല്ലേ? മനുഷ്യ ഈ അർത്ഥത്തിലുള്ള ഒരു ബന്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് നേരവും ആദിയാണ്. ഇട്ടേച്ച് പോകുമോ, നാളെ ഇട്ടേച്ച് പോകുമോ എന്നുള്ളൊരു ആദിയാണ്. അതേസമയം ഒരു ശക്തമായിട്ടുള്ള വിവാഹബന്ധങ്ങൾ നിലനിൽക്കുന്ന, വിവാഹ ബന്ധം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യപ്പെടുന്ന, അതൊരു അത്ര നല്ല കാര്യമല്ല, അത് അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ മാത്രം നടക്കേണ്ട കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആ ഒരു ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നാളെ ഇട്ടേച്ച് പോകും എന്നുള്ളൊരു പേടി കുറവായിരിക്കും താരതമ്യേന അല്ലേ. ഒരു ബന്ധവിച്ഛേദനവും അവിടെ നടക്കില്ല എന്നൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും വളരെ കുറവായിരിക്കും. കൂടുതൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ അവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ കുടുംബ സംവിധാനം അവിടെ അത്തരമൊരു സമൂഹത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഒരു കുടുംബഘടനയിൽ, അവിടെ കുടുംബഘടനയിൽ എന്നല്ല, ഏതൊരു യൂണിറ്റിനും, ഏതൊരു സാമൂഹികമായിട്ടുള്ളൊരു ഗ്രൂപ്പിനും അവിടെ ഒരു ഐക്യം വേണമെങ്കിൽ, അവിടെ ഒരു യോജിച്ച മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അവിടെ ഒരു ഹയറാർക്കി അത്യാവശ്യമാണ്. ഒരു ഫുട്ബോൾ ടീമിന് ഒരു ക്യാപ്റ്റൻ ആവശ്യമാണ്, അതേപോലെ ഒരു പഞ്ചായത്തിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമാണ്. എന്നതുപോലെ ഒരു ഹൈറാർക്കി ഇല്ലെങ്കിൽ ശിഥിലമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലിബറൽ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് അല്ലേ, ഒരു ഫാമിലിയിൽ ആണും പെണ്ണും ഒക്കെ തുല്യരാണ്, ഒരേപോലെയാണ്, അവിടെ ഒരു ഹൈറാർക്കി പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനത്തിൽ ആ ഒരു ബന്ധം, ആ ഒരു യൂണിറ്റ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നേരെ മറിച്ച് ഇപ്പുറത്ത് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി, പ്രകൃതിപരമായിട്ടുള്ള ഒരു ഹൈറാർക്കി കുടുംബബന്ധത്തിൽ ആവശ്യമാണ് എന്നും അത് കുടുംബബന്ധത്തെ ഊട്ടിയുറപ്പിക്കും എന്നും, അതേസമയം തന്നെ ആ ഹൈറാർക്കി ദുഷിച്ച് ഒരു നിഷ്ഠൂര ഭരണമാവാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ കൂടി എടുക്കുന്ന ഇസ്ലാമിനെ പോലെയുള്ള ഒരു ആശയം. അപ്പോൾ ഈ ഒരു സംഗതിയാണോ ഇത്തരത്തിലുള്ള ഇസ്ലാം പോലെയുള്ള ഒരു ആശയമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധങ്ങൾ അവിടെ ഒരു ഹൈറാർക്കി പോലും പാടില്ല എന്ന് പറയുന്ന, നാളെ എപ്പോൾ വേണമെങ്കിലും ഇട്ടേച്ച് പോകാം എന്ന് പറയുന്ന ഒരു ആശയമാണോ കുടുംബബന്ധത്തെ ശക്തിപ്പെടുക എന്നുള്ളതാണ്. കുടുംബബന്ധത്തെ നിലനിർത്തണമെങ്കിൽ, ശക്തമായിട്ടുള്ളൊരു കുടുംബബന്ധത്തെ നിലനിർത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അവിടെ ഒരു യൂണിറ്റ്, ഒരു നേതൃത്വം വേണം. അതേപോലെ അത് കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് അതൊരു മോശം കാര്യമായിട്ട്, അത് അനിവാര്യ ഘട്ടത്തിൽ മാത്രം പരിഗണിക്കേണ്ട ഒരു കാര്യമായിട്ടുള്ള ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ടതുണ്ട് അതിനെ അല്ലേ. അതൊരു ആ ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും പാടില്ല എന്ന് ഇസ്ലാം ഒരിടത്തും പറയുന്നില്ല. എന്നാൽ ഒരു ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു ലഘുവായി കാണേണ്ട ഒരു സംഗതിയല്ല എന്ന് ഇസ്ലാം മനസ്സിലാക്കി തരുന്നു. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കുടുംബബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന, അതേപോലെ സോഷ്യൽ കൊഹീഷൻ ശക്തിപ്പെടുത്തുന്ന നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇതേപോലെ സമൂഹം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗോത്രീയത എന്നുള്ളത് ജന്മനാ തന്നെ മനുഷ്യനിലുള്ള ഒന്നാണ്. അത് മനുഷ്യനെ സാമൂഹികമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിന് പര്യാപ്തനാക്കുന്നു എന്നുള്ളതാണ്. ഇത് അവൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള വെൽബീയിങ്ങിന് അത്യാവശ്യമാണ്, ആ സോഷ്യൽ കൊഹീഷൻ എന്നുള്ളത്. അവിടെയും ഈ ഒരു ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഒരു പരിധിയില്ലാത്ത തുല്യതയും പരിധിയിൽ കവിഞ്ഞ സ്വാതന്ത്ര്യവും ഒക്കെ പല രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു സമൂഹമായിട്ട് നിലനിൽക്കുമ്പോൾ അങ്ങനെ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യവും എല്ലാ കാര്യത്തിലും തുല്യതയും അല്ല അവിടെ ഉണ്ടാവുക. ഒരർത്ഥത്തിലുള്ള ഒരു ഹൈറാർക്കി അവിടെ ആവശ്യമാണ്. സമൂഹത്തിൻ്റെ ചില പ്രതീക്ഷകൾക്കും നിയന്ത്രണങ്ങൾക്കും സ്വാഭാവികമായിട്ടും വ്യക്തികളവിടെ, ഇൻഡിവിജ്വൽസ് അവിടെ നിന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ലിബറലിസത്തേക്കാൾ കൂടുതൽ അതിന് സഹായിക്കാൻ കഴിയുക ഇസ്ലാമിനാണ്
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ സാമൂഹിക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആരാധനാക്രമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, 5 നേരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് അവർക്ക് സാധ്യമാവുന്ന അവസരത്തിൽ അല്ലേ, അല്ലെങ്കിൽ അതിനുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ ആ ഒരു ദിവസേന 5 നേരം സമൂഹത്തിൽ ഇടപഴകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ, സാമൂഹിക ബന്ധത്തെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതേപോലെ ഇസ്ലാമിൻ്റെ മറ്റ് ആരാധനാക്രമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ഒരു സാമൂഹിക ബന്ധത്തെ, ഇസ്ലാമിൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാ മതങ്ങളും ഒരർത്ഥത്തിൽ ഈ ഒരു സോഷ്യൽ കൊഹീഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇസ്ലാം ഏറ്റവും കൂടുതലായിട്ട് അതിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അപ്പുറത്ത് വ്യക്തി സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ വ്യക്തി ഇൻഡിവിജ്വലിസവും കടന്നു വരുമ്പോൾ ഇതിനെ ശിഥിലമാക്കുന്ന രീതിയിലാണ്, ഈ ഒരു സോഷ്യൽ കൊഹീഷനെ ശിഥിലമാക്കുന്ന, അതിനെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഡയറക്ഷനിലേക്കാണ് അത് കൊണ്ടുപോകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് അല്ലേ, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മനുഷ്യന് ലോങ് ടേം ഹാപ്പിനെസ് നൽകുന്ന, മനുഷ്യന് ലോങ് ടേം ആയിട്ട് സംതൃപ്തി നൽകുന്ന 4 ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ ഘടകം ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്സ് അല്ലേ. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ലിബറലിസം പോലെയുള്ള ഒരു ആശയത്തിന്, അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു ആശയത്തിനേക്കാൾ കൂടുതൽ മതവിശ്വാസങ്ങൾക്കാണ്, അതിൽ തന്നെ പ്രത്യേകിച്ചും ഇസ്ലാമിനാണ് കൂടുതൽ ശക്തമായിട്ട് അത്തരം റിലേഷൻഷിപ്പിനെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച പോയിന്റ്. ഇനി രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പർപ്പസ് ആൻഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധവും അർത്ഥവും. ജീവിതത്തിനൊരർത്ഥവും ലക്ഷ്യബോധവും ഉണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥവും ലക്ഷ്യബോധവും നൽകുന്നത് എന്താണ് എന്നുള്ളതാണ്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ഭൗതിക വീക്ഷണത്തിൽ, ഇപ്പോൾ ലിബറലിസം എന്ന് പറയുമ്പോൾ അതൊരു ഭൗതികവാദപരമായിട്ടുള്ള വീക്ഷണമാണ് അല്ലേ. ആ ഒരു ഭൗതിക വീക്ഷണത്തിൽ മനുഷ്യന് യഥാർത്ഥത്തിൽ ലക്ഷ്യം ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മീനിങ് ഉണ്ടോ, മനുഷ്യ ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ? അവിടെ ഒരർത്ഥവുമില്ല. എല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്സിഡൻറ്റ് മാത്രമാണ് മനുഷ്യജീവിതം എന്നുള്ളതാണ്. ഒരു ഭൗതികവാദ വീക്ഷണകോണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യജീവിതം തന്നെ ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച സംഗതിയാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ. അതിൻ്റെ ആശയപരമായിട്ട് തന്നെ അങ്ങനെയാണ്. എന്നാൽ നേരെ മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശാലമായിട്ട് അർത്ഥത്തിൽ മതങ്ങൾ പൊതുവിലും ഇസ്ലാം വിശേഷിച്ചും മനുഷ്യജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു മീനിങ്, ഒരു പർപ്പസ് അവിടെ നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല ആ ഒരു മീനിങ് യാഥാർത്ഥ്യമായിട്ടുള്ള മീനിങ്ങാണ്, റിയൽ മീനിങ്ങാണ്, ഒബ്ജക്റ്റീവായിട്ട് ഉള്ള ഒരു മീനിങ്. അതായത് മനുഷ്യൻ കണ്ടെത്തിയ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭൗതികവാദപരമായിട്ടുള്ള ആശയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിലുള്ള ഇപ്പോൾ ലിബറലിസം ആയാലും അല്ലെങ്കിൽ സെക്യുലർ ആശയങ്ങളിലൊക്കെ മനുഷ്യജീവിതത്തിനുള്ള അർത്ഥം എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവായിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന അർത്ഥമാണ് അല്ലേ. മനുഷ്യജീവിതത്തിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാണ് അവർക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നുള്ളത് വ്യക്തികൾ അവനവന് ഇഷ്ടമുള്ള ഒരു അർത്ഥം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവനവന് ഇഷ്ടമുള്ള അർത്ഥം കൊടുക്കുക ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞതിൽ തന്നെ ഇംപ്ലൈഡ് ആണ്, അത് റിയൽ അല്ല അല്ലേ. അവൻ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അർത്ഥം മാത്രമാണ്, അത് റിയൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരർത്ഥമല്ല. അവിടെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു മീനിങ് അയാൾ കൊടുക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അത് റിയൽ അല്ല എന്ന് അയാൾക്ക് തന്നെയും അറിയാവുന്നതാണ്. എന്നാൽ അപ്പോൾ ആ ഒരു അവനവന് തന്നെ റിയൽ അല്ല എന്ന് അറിയുന്ന ഒരു മീനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് നിലനിൽക്കാൻ കഴിയില്ല അല്ലേ. അത് അയാൾക്ക് തന്നെ അറിയാലോ അത് റിയൽ അല്ല എന്നുള്ളത്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതത്തിന് കൃത്യമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്, കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പർപ്പസ് ആൻഡ് മീനിങ് മനുഷ്യൻ്റെ ലോങ് ടേം ഹാപ്പിനെസ്സിനും മനുഷ്യൻ്റെ ലോങ് ടേം ഹാപ്പിനെസ് അതേപോലെ ലോങ് ടേംസ് ആയിട്ടുള്ള ആ ഒരു സംതൃപ്തിക്കും, മനുഷ്യജീവിതത്തിൽ സംതൃപ്തി നേടുന്നതിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ടുള്ളൊരു മീനിങ് നൽകാൻ ഇസ്ലാമിനാണ് കഴിയുക എന്നുള്ളതാണ്. ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇസ്ലാമിനോളം സ്വന്തം വിശ്വാസത്തെ സീരിയസ് ആയിട്ട്, അതായത് വിശ്വാസത്തെ തന്നെ സീരിയസ് ആയി കാണുന്ന സമൂഹങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ഒരു അപരനോടുള്ള ദേഷ്യം കൊണ്ട് അല്ലേ
അവൻ അങ്ങനെ ആക്കുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ ആക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ടാവാം. ആ ഒരു അർത്ഥത്തിലല്ലാണ്ട് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ആ ഒരു വിശ്വാസം പുലർത്തുക എന്നുള്ള അർത്ഥത്തിൽ അത് സീരിയസ് ആയി കാണുന്ന, എല്ലാ മതത്തിലും സീരിയസ് ആയി കാണുന്നവരുണ്ടാവാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതൊരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രേരണ കൂടുതലായിട്ട് നൽകുന്ന ഒരു ആശയം ഏതാണ്? ഇസ്ലാമാണോ മറ്റ് ആശയങ്ങളാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ അവിടെയും ആ ഒരു അർത്ഥത്തിൽ ലൈഫിനൊരു മീനിങ് നൽകാൻ കൃത്യമായിട്ടും ഇസ്ലാമിന് കഴിയും. ആ മീനിങ് തന്നെ മനുഷ്യന് നിരന്തരമായിട്ട് സ്വയം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും ആ ഒരു മീനിങ് അത് ആ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അത് റിയൽ ആയിട്ടുള്ള മീനിങ് ആണ് അല്ലേ. അവൻ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അർത്ഥമല്ല, ജീവിതത്തിന് കൃത്യമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ തന്നെ ഒരു അർത്ഥമുണ്ട് എന്ന് മനുഷ്യന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം മുസ്ലിങ്ങൾ ഒരിക്കലും തീർച്ചയായിട്ടും പെർഫെക്റ്റായിട്ട് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നവരാണ് ഇന്നുള്ള എല്ലാ മുസ്ലിങ്ങളും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും മുസ്ലിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ പോലും അവർ ഇസ്ലാമിനെ സീരിയസ് ആയി കാണുന്നതിൽ മറ്റ് ആശയങ്ങളുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വ്യതിരിക്തത നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മീനിങ് ലൈഫിന് കൊടുക്കുക എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു മീനിങ് ലൈഫിന് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഒരു ലോങ് ടേം ഹാപ്പിനെസ്സിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം ഈ ഒരു മതവിശ്വാസങ്ങൾ ഇത്തരം ഒരു മീനിങ് നൽകാൻ ജീവിതത്തിന് മീനിങ് നൽകാൻ മനുഷ്യനെ സഹായിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് തന്നെ ശാസ്ത്രീയ പഠനങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അതായത് ഒരു സോഷ്യോളജിക്കൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ലൈഫിന് മീനിങ് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു മീനിങ് നൽകാൻ, ലൈഫിനൊരു മീനിങ് നൽകാൻ മതത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിൻ്റെ മുമ്പ് പറഞ്ഞത് ഈ ഒരു മീനിങ് നൽകുക, ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ ലോങ് ടൈം ഹാപ്പിനെസ്സിലും അതേപോലെ സംതൃപ്തിയിലും മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നും സയൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി അപ്പോൾ നമ്മൾ 2 ഘടകങ്ങൾ പറഞ്ഞു അല്ലേ. അതിൽ മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് ആരോഗ്യം എന്നുള്ള ഒരു സംഗതി കടന്നു വരുന്നത്. ആരോഗ്യം അതേപോലെ മൈൻഡ്ഫുൾനെസ് എന്നുള്ള 2 ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത് ഏതെങ്കിലും ഒരാശയം പുലർത്തുന്നവർക്ക് മാത്രം റിസർവ് ചെയ്തൊരു സംഗതിയൊന്നുമല്ല. ആരോഗ്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് വിശ്വാസക്കാർക്കും ആരോഗ്യത്തിനായി പരിശ്രമിക്കാം, എല്ലാ രോഗങ്ങളുണ്ടാവാം, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ഇസ്ലാം ആ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിമുട്ടുള്ള, അവന് ഹെൽത്തിന്, അവൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വില്ലനാണ് മദ്യം അല്ലേ, മദ്യപാനം എന്നുള്ളത്. അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹറാമാണ്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും അതിലൂടെ കിട്ടുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ അവൻ്റെ പല ആരാധനാകർമ്മങ്ങളും പല രീതിയിൽ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ ഉള്ളതാണ്. അതിൻ്റെ ഒന്നും ലക്ഷ്യം ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. അത് മുസ്ലിം അനുഷ്ഠിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കാനല്ല. ഇനി ആരോഗ്യം വർദ്ധിച്ചില്ലെങ്കിൽ പോലും അവൻ തീർച്ചയായിട്ടും ഇപ്പം നോമ്പായാലും നിസ്കാരമായാലും ഇതൊക്കെ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടൊരു ഗുണം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് അനുഷ്ഠിക്കും. അത് അനുഷ്ഠിക്കുന്നത് പടച്ചവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ നോമ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അത് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഒരുപാട് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു ഹെൽത്ത്, മനുഷ്യൻ്റെ ലോങ് ടൈം ഹാപ്പിനെസ്സിന് ആവശ്യമായൊരു സംഗതി ഹെൽത്താണ്. ആ ഹെൽത്ത് എന്നുള്ള ഘടകത്തിൽ പോലും അവിടെ ഇസ്ലാമും മറ്റ് ആശയങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവിടെ ഇസ്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ ഒരു ഹെൽത്തിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്ലാം അവിടെ ഇടപെടുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഒന്നാണ് മൈൻഡ്ഫുൾനെസ് അല്ലേ. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് പല നിലക്കുള്ള മെഡിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ അവിടെ നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 5 നേരം നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ സ്വാഭാവികമായി തന്നെ അവൻ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം മദ്യപാനം നിഷിദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഒരു പഠനത്തിൽ നോക്കൂ,
മൈൻഡ്ഫുൾനെസ് ആൻഡ് ആൽക്കഹോൾ, അതായത് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്, ആൽക്കഹോൾ കഴിക്കുന്നവൻ ആളെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ്ഫുൾനെസ് കുറയും, അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ്ഫുൾനെസ് കൂടും. ഇസ്ലാം ആണെങ്കിൽ ആൽക്കഹോൾ നിരോധിക്കുകയും ചെയ്യുന്നു. അപ്പം മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് അവിടെയും ഇസ്ലാം എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലോങ് ടേം ഹാപ്പിനെസ് നൽകുന്ന, ദീർഘകാലാടിസ്ഥാനത്തിൽ മനുഷ്യന് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന 4 ഘടകങ്ങൾ, അതിൽ 3 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 3ലും ഇസ്ലാം പ്രൊആക്റ്റീവായിട്ട് ഇടപെടുകയും മനുഷ്യന് അവിടെ സന്തോഷം നൽകുന്ന രീതിയിൽ ഇസ്ലാം ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈവൻ അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ പൊതുവിൽ പറഞ്ഞാൽ ലിബറലിസവും ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൊതുവിൽ മറ്റാശയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസ്ലാം അവിടെ ശക്തമായ ഈ 3 വിഷയങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനിയുള്ളത് പിന്നെ മനുഷ്യന് ദീർഘകാലാടിസ്ഥാനത്തിൽ സന്തോഷം നൽകുന്നതിലുള്ള 4ാമത്തെ ഘടകം അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്റ്റിമിസം എന്നുള്ളതാണ്. അതായത് ഒരു കൃതജ്ഞത നിറഞ്ഞ ഒരു ജീവിത വീക്ഷണവും ശുഭപ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിത വീക്ഷണവും ഉണ്ടായിരിക്കുക എന്നുള്ള സംഗതിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം നൽകുന്നത്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് എന്നാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു ഘടകത്തിൽ ഇസ്ലാം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, അവൻ നിസ്കാരത്തിലൂടെ ദിവസേന 5 നേരം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ സർവശക്തനായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് മനുഷ്യന് ഹാപ്പിനെസ്സിന്, കൃതജ്ഞത നിറഞ്ഞ ഒരു ജീവിതമാണ് മനുഷ്യന് ഹാപ്പിനെസ്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന് പറയുന്ന എന്ന് നമുക്ക് ശാസ്ത്രം പഠിപ്പിച്ചു വരുന്നു. ഇസ്ലാമാകട്ടെ മനുഷ്യന് ആ ഒരു കൃതജ്ഞത, ഏറ്റവും പ്രധാനമായിട്ട് സൃഷ്ടാവിനോടുള്ള കൃതജ്ഞത, മനുഷ്യന് ഹാപ്പിനെസ് ഉള്ള ഒരു ജീവിതം നൽകാൻ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ആ കൃതജ്ഞത ഉള്ള ഒരു ലൈഫ് നൽകുന്നത് ഇസ്ലാം വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവൻ നൽകിയ, ഓരോ നിമിഷവും അവൻ ജീവൻ നൽകിയ, ശ്വാസം നൽകിയ പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമും, ഇതെല്ലാം ആകസ്മികമായിട്ട്, എല്ലാം യാദൃശ്ചികമായിട്ട്, എല്ലാം ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവിച്ച കാര്യം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദിയും അവരുടെ ജീവിതം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിൽ ആർക്കാണ് കൂടുതലായിട്ട് ഹാപ്പിനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആർക്കാണ് ഇവിടെ ഈ കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള അവസരമുള്ളത് ആർക്കാണ് എന്നുള്ളതാണ്. തീർച്ചയായും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ നിമിഷവും കൃതജ്ഞത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കാൻ കഴിയും. എന്നാൽ അപ്പുറത്തൊരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോട് കൃതജ്ഞത പറയാൻ? ഇതെല്ലാം ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്, ഒരു യാദൃശ്ചികമായിട്ട് ഒരു അപകടം പോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. ലൈഫ് മൊത്തം, ജീവിതമേ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് കരുതുന്ന, ഒരു യാദൃശ്ചികതയായിരുന്നു എന്ന് കരുതുന്ന ഒരു ഭൗതികവാദി ആരോട് നന്ദി പറയാനാണ്? ഈവൻ അപ്പുറത്തുള്ള മനുഷ്യനോട് നന്ദി പറയുമ്പോൾ പോലും അപ്പുറത്തുള്ള മനുഷ്യനും വെറും ആറ്റങ്ങളുടെ കൂട്ടിയിടി കാരണം സംഭവിച്ച ഒരു ആകസ്മികതയാണ്. അവന് പോലും ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന, അവന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് എന്ന് ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവനതിൻ്റെ ഡീപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലും അവന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിവേ, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡീപ്പായിട്ട് ഇറങ്ങാത്ത ആളാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ, അല്ലേ? ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല, പ്രത്യേകിച്ച്. അപ്പം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു നിയന്താവൊന്നുമില്ല. അപ്പോൾ അവന് നന്ദി പറയാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ളതാണ്. അതേസമയം ഇപ്പുറത്തൊരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവന് ഓരോ നിമിഷവും നന്ദി പറയാം, എന്തിനും നന്ദി പറയാം, അല്ലേ? നിരന്തരമായിട്ട് സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവന് വിരൽ തന്നതിന്, മൂക്ക് തന്നതിന്, കണ്ണ് തന്നതിന്, കവിള് തന്നതിന്, മുടി തന്നതിന്, ഓരോ കാര്യത്തിനും പടച്ചവനോട് നിരന്തരമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കാൻ കഴിയും. അതിനുള്ള ഒരു അവസരമുണ്ട്. അതേപോലെ നമസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളിലൂടെ അത് നിയമമാക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അവന് നിരന്തരമായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മുസ്ലിമിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്റ്റിമിസം എന്നുള്ളതാണ്, ശുഭപ്രതീക്ഷ എന്നുള്ളത്, അല്ലേ? ഇതും ഈ ഒരു മേഖലയിലും ഇസ്ലാം ഇടപെടുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന, നന്മ, അതായത് ചുറ്റുപാടും സംഭവിക്കുന്ന, നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന, നമുക്ക്
പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്ന കാര്യങ്ങളും നെഗറ്റീവായി അനുഭവപ്പെടുന്ന കാര്യങ്ങളും ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. അവന് ദോഷകരമായിട്ടുള്ള ഒരു സംഗതി സംഭവിച്ചാൽ പോലും അവൻ കരുതുന്നത് ഇതിൽ അള്ളാഹു എന്തെങ്കിലും നന്മ നിശ്ചയിച്ചിട്ടുണ്ടാവാം എന്നുള്ള അർത്ഥത്തിലാണ് അവൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും ഇതിന് എനിക്ക് പരലോകത്ത് ഒരു പ്രതിഫലം കിട്ടും എന്നുള്ള അർത്ഥത്തിൽ അവിടെയും അതിനൊരു പോസിറ്റീവ് മാനം നൽകാൻ ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് കഴിയും എന്നുള്ളതാണ്. അതേസമയം ഇതെല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് കരുതുന്ന ഒരു ഭൗതികവാദിക്ക് എന്തിൻ്റെ പേരിലാണ് അയാൾ ശുഭപ്രതീക്ഷ പുലർത്തേണ്ടത്? നാളെ നല്ലതായിരിക്കും എന്ന് എന്തിൻ്റെ പേരിലാണ് അയാൾ ശുഭപ്രതീക്ഷ പുലർത്തുക? ഇതെല്ലാം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ, സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ. അതിൽ നല്ലത് സംഭവിക്കാനും ചീത്ത സംഭവിക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ അവൻ നല്ലത് എന്ന് കരുതുന്ന അവന് തന്നെ നല്ലത് എന്ന് കരുതുന്ന കാര്യം അത് സംഭവിക്കാനുള്ള ഒരു സാധ്യത, അത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.0001% മാത്രമായിരിക്കും. കാരണം അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഈ പ്രപഞ്ചത്തിൽ അവൻ ആഗ്രഹിക്കുന്ന സംഗതി സംഭവിക്കാനുള്ള സാധ്യത 0 അപ്പോൾ പിന്നെ അവൻ എന്തിൻ്റെ പേരിലാണ് ശുഭപ്രതീക്ഷ പുലർത്തേണ്ടത്? അവനതിന് ഒരു യുക്തിയുമില്ല. അങ്ങനെ ശുഭപ്രതീക്ഷ പുലർത്തുന്നവനായി നിലനിൽക്കാൻ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് അതിലൊരു യുക്തിയുമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് സംഭവിച്ചാലും, പൊതുവേ മനുഷ്യർ വളരെ നെഗറ്റീവായി എന്ന് കരുതുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വയനാട് ദുരന്തം, അതേപോലെ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗാസയിലുള്ള ജനങ്ങൾക്ക് നേരെ അവിടെ ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായട്ടിൽ പോലും, അതിൻ്റെ ഇടയിൽ പോലും അവരോട് അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാ എന്നുള്ളതാണ്. ദൈവത്തോട് നന്ദി പറയുകയാണ്. നൽകിയ ജീവന് എനിക്ക് ഇത്രയെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ആ കിട്ടിയതിൽ നന്ദി പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് അവിടെ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ആക്സിഡൻ്റ് ആണ് എന്ന് കരുതുന്ന ഒരു മനുഷ്യനാണോ ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്താൻ കഴിയുക? അതേപോലെ ഒരു പർപ്പസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒപ്റ്റിമിസം പുലർത്താൻ കഴിയുക ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ യാതനകൾക്കിടയിൽ പോലും അതിന് അതിൻ്റേതായ ഒരു വിശദീകരണവും, അതിന് കൃത്യമായിട്ടുള്ള ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ളൊരു വിശദീകരണവും, അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വീക്ഷണവും പുലർത്താൻ കഴിയുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. അത് അവനെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ലോങ് ടേം ഹാപ്പിനെസ്സിന് മനുഷ്യന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ 4 ഘടകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. ലോങ് ടേം ആയിട്ട് മനുഷ്യന് ഹാപ്പിനെസ്സും സംതൃപ്തിയും നൽകുന്ന 4 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 ഘടകങ്ങളുണ്ട് എന്ന് ഈ 4 ഘടകങ്ങൾ നമുക്ക് ലോങ് ടേം ആയിട്ട് മനുഷ്യന് ഹാപ്പിനെസ്സും സംതൃപ്തിയും നൽകും എന്ന് സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 4 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. അതേപോലെ രണ്ടാമത്തത് പർപ്പസ് ആൻഡ് മീനിങ്, ജീവിതത്തിനുള്ള ലക്ഷ്യബോധവും അതിനുള്ള ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കുക എന്നുള്ളതും. മൂന്നാമത്തത് ആരോഗ്യവും മൈൻഡ്ഫുൾനെസ്സും, ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നാലാമത് പോസിറ്റീവ് മെൻറ്റാലിറ്റി, അതായത് കൃതജ്ഞതയും ശുഭപ്രതീക്ഷയും നിറഞ്ഞ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് 4 ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളും മനുഷ്യൻ നൽകാൻ ഒരു ഭൗതികവാദത്തെയും അതേപോലെ മതവിശ്വാസത്തെയും താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ 4 ഘടകങ്ങളും ഏറ്റവും നന്നായിട്ട് നൽകാൻ കഴിയുക മതവിശ്വാസത്തിനാണ്. അതിൽ തന്നെ ഇപ്പോൾ ചിലത് ഈ പർപ്പസ് ആൻഡ് മീനിങ് എന്ന് പറയുന്നത് ഭൗതികവാദത്തിൽ അത് ഇല്ല. ഭൗതികവാദത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യഥാർത്ഥത്തിലൊരു പർപ്പസ് ആൻഡ് മീനിങ് ഇല്ല എന്ന് തന്നെയാണ് ഭൗതികവാദം പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇപ്പുറത്ത് മതവിശ്വാസത്തിലേക്ക് വരുമ്പോൾ മതവിശ്വാസം മനുഷ്യന് ഈ പറഞ്ഞ 4 ഘടകങ്ങൾ നൽകുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. അതിൽ തന്നെയും ഈ 4 ഘടകങ്ങളിലും ഇസ്ലാം മറ്റ് ആശയങ്ങളെ അപേക്ഷിച്ച് വളരെ അധികം ശക്തമായിട്ട് തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ മനുഷ്യൻ പഠിച്ച് ദീർഘകാല പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ദീർഘകാല സന്തോഷത്തിനും സംതൃപ്തിക്കും മനുഷ്യന് ആവശ്യമുള്ളത് എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഇസ്ലാം ശക്തമായിട്ടുള്ള ഒരു പിന്തുണ മനുഷ്യന് നൽകുന്നു, അല്ലെങ്കിൽ ഈ 4 ഘടകങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി നമുക്കറിയാം അല്ലേ. സന്തോഷമുണ്ടാവാൻ വേണ്ടത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന
ഭൗതിക സാഹചര്യങ്ങൾ അളക്കുന്ന ഒരു ഇൻഡെക്സാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ചില ആളുകളത് തെറ്റായി മനസ്സിലാക്കിയ പോലെ സന്തോഷം എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവ് പോലെയല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് കേട്ടോ. അത് സന്തോഷമുണ്ടാവാൻ വേണ്ട ഭൗതിക അതായത് സന്തോഷമുണ്ടാവാൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ സമൂഹം വിചാരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുണ്ടല്ലോ, അത് എത്രമാത്രം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു ഇൻഡെക്സാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷമുണ്ടാവാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ ഉള്ള രാജ്യങ്ങളാണ് എന്ന് ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നോർഡിക് രാജ്യങ്ങളുണ്ട് അല്ലേ. എന്നാൽ അവിടുത്തെ ഡിപ്രഷൻ്റെയും ആത്മഹത്യയുടെയും ഒക്കെ നിരക്ക് വളരെ ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സന്തോഷമുണ്ടാവാൻ ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്ന് വിചാരിക്കപ്പെടുന്ന ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ട് സന്തോഷം കിട്ടുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് ഡിപ്രഷൻ കൂടുന്നു? എന്തുകൊണ്ട് അവർ ആത്മഹത്യയിൽ അഭയം തേടുന്നു? അല്ലെങ്കിൽ അത്തരം സംഗതികൾ അവിടെ കൂടുതലായിട്ട് നടക്കുന്നു? ആവറേജിൽ കൂടുതലായിട്ട് എന്തുകൊണ്ട് അത് നടക്കുന്നു? അല്ലെങ്കിൽ താരതമ്യേന കൂടുതലായിട്ട് അവിടെ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അവിടെ ചിന്തിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? യഥാർത്ഥത്തിൽ സന്തോഷത്തിനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സന്തോഷത്തിനും സംതൃപ്തിക്കും മനുഷ്യന് ആവശ്യമുള്ളത് ഈ ഒരു ഭൗതിക സാഹചര്യങ്ങൾ അല്ല. അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക സാഹചര്യങ്ങൾ തീരെ വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അതിനേക്കാൾ അപ്പുറം മനുഷ്യന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് മറ്റ് ഘടകങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 4 ഘടകങ്ങളും നമ്മൾ സയൻസ് പറഞ്ഞു തരുന്ന 4 ഘടകങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 4 ഘടകങ്ങളും മനുഷ്യന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഈ 4 ഘടകങ്ങളും മനുഷ്യന് നൽകാൻ ഇസ്ലാമിനോളം ശേഷിയുള്ള മറ്റൊരു ആശയവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ്. തീർച്ചയായിട്ടും ഇസ്ലാം മാത്രമാണ് പരലോക രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി എന്ന് ഒരു മുസ്ലിമിന് അറിയാം. എന്നാൽ പരലോക രക്ഷയ്ക്ക് മാത്രമല്ല, ഇഹലോകത്ത് പോലും മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന സന്തോഷം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും അത് ശരിയായി നൽകാൻ, മനുഷ്യന് ശരിയായ രീതിയിൽ നൽകാൻ ഇസ്ലാമിന് തന്നെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ച പോയിൻറ്റിൻ്റെ ആകത്തുക എന്നുള്ളത്. ദുനിയാവ് ഈ ഒരു അർത്ഥത്തിൽ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു മുസ്ലിം ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പോലും ദുനിയാവ് പോലും ഈ ഭൗതിക ലോകത്ത് പോലും യഥാർത്ഥത്തിലുള്ള നേട്ടം നേടുന്നത് മുസ്ലിം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്രഷൻ കൊണ്ട് വലയുന്ന എല്ലാം ഉണ്ടായിട്ടും, ഭൗതികമായിട്ടുള്ള എല്ലാം ഉണ്ടായിട്ടും മനസ്സമാധാനം ഇല്ലാത്ത നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരായിട്ട് ഇസ്ലാം എന്ന അമൂല്യനിധി പകർന്നു കൊടുക്കാനും അതിൻ്റെ മധു സ്വന്തം നിലക്ക് ആസ്വദിക്കാനും ദുനിയാവും ആഖിറത്തും ഇഹലോകവും പരലോകവും വിജയകരമാക്കാനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.